രാജിയും വെല്ലുവിളിയായിരിക്കുകയാണ്. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ രണ്ടാം പ്രതി മുരാരി ബാബു റിമാൻഡിലാണ്. കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് അന്വേഷണ സംഘം മുരാരി ബാബുവിനെ പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തിയ ശേഷം പോലീസ് പ്രതിയെ കോടതിയിൽ എത്തിച്ചു. അന്വേഷണ സംഘം വൈദ്യപരിശോധനയുടെ വിവരങ്ങൾ പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ജസ്റ്റിസ് കാർത്തികയ്ക്ക് മുന്നിൽ ഹാജരാക്കി. തുടർന്ന് പ്രതിഭാഗത്തെ കേട്ട ശേഷം മുരാരി ബാബുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത മജിസ്ട്രേറ്റ് ഉത്തരവായി. ഓൺലൈനായാണ് ഹാജരാക്കിയത്. പ്രതിഭാഗത്തെ കേട്ടതും ഗൂഗിൾ മീറ്റിലൂടെ പ്രതിഭാഗത്തെ കേട്ട ശേഷം മുരാരി ബാബുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് മജിസ്ട്രേറ്റ് ഉത്തരവായി. അന്വേഷണ സംഘം പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ രണ്ടാം പ്രതി മുരാരി ബാബു റിമാൻഡിലായിരിക്കുന്നു. കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് അന്വേഷണ സംഘം മുരാരി ബാബുവിനെ പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലായിരിക്കുന്നു. മുരാരി ബാബു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച വൈദ്യപരിശോധന നടത്തിയ ശേഷം പോലീസ് പ്രതിയെ കോടതിയിൽ എത്തിച്ചു. അന്വേഷണ സംഘം വൈദ്യപരിശോധനയുടെ വിവരങ്ങൾ പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ജസ്റ്റിസ് കാർത്തികയ്ക്ക് മുന്നിൽ ഹാജരാക്കി. തുടർന്ന് ഗൂഗിൾ മീറ്റിലൂടെ പ്രതിഭാഗത്തെ കേട്ട ശേഷം മുരാരി ബാബുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് മജിസ്ട്രേറ്റ് ഉത്തരവായി. അന്വേഷണ സംഘം പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല.